നമസ്കാരമുണ്ട്. അസ്സലാമു അലൈക്കും. ഇന്ന് 7 ജൂലൈ 2025. എൻ്റെ പ്രധാനമന്ത്രിക്ക് എൻ്റെ സല്യൂട്ട്. അതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും, എല്ലാ ഫാമിലിയായ എല്ലാ വീട്ടമ്മമാർക്കും എൻ്റെ ഒരു നമസ്കാരം. ഇന്ന് 7 ജൂലൈ 2025. ഞാൻ കരൾ രോഗ വിദഗ്ധൻ. ലോകരാജ്യത്ത് എവിടെയും നടക്കാത്ത, ഒരാളെ കൊണ്ട് ഇന്ന് വരെ തലകുത്തി നിന്ന് കഴിയാത്ത ചില സംവിധാനം കൊണ്ടാണ് എൻ്റെ വരവ്. ഞാനിതുവരെ ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയാം. ഒരു 500 മില്യൺ കോടി ജനങ്ങൾ ഫുള്ള് ദിവസവും ഓരോ നേരവും ഒക്കെ ഉപയോഗിക്കുന്ന പലതരം ഉൽപ്പന്നം ഉണ്ടാക്കിയ ഒരാളാണ് ഞാൻ. എന്നാൽ നമ്മുടെ നാട്ടിലെ മുസ്ലിം മതവിഭാഗങ്ങൾ, അതേമാതിരി നമ്മുടെ 3 രാഷ്ട്രീയ പാർട്ടികളിൽ പെടുന്ന ആളുകളെ നിങ്ങൾ വിശ്വസിക്കരുത്. അവരെ കൂടെ നിൽക്കരുത്. അവർ പറയുന്നത് ചെയ്യരുത്. അവർക്ക് വോട്ട് ചെയ്യരുത്. നികുതി കൊടുക്കരുത്. ഇതാണ് എനിക്ക് നിരന്തരം നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഈ നാട്ടിൽ ജനിച്ച ഒരു കുട്ടിക്കും ഇവിടെ ഒരു തൊഴിൽ സ്ഥാപനം അവർ തരില്ല, ചെയ്യാനും സമ്മതിക്കില്ല. നിങ്ങളെ എന്തെങ്കിലും കടോ കള്ളിയോ വാങ്ങി ഉണ്ടാക്കിയാൽ നിങ്ങളിവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല. നിങ്ങളെ വീട് വെക്കാൻ സമ്മതിക്കില്ല. നിങ്ങളെ കക്കൂസ്നാക്ക് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. നിങ്ങളെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല. അത് ഇവിടുത്തെ ലീഗുകാർ പ്രത്യേക അജണ്ടയാണ്. നിങ്ങൾ ഓർക്കണം. ഈ ഭാഗത്താരും വരരുത്. ലീഗിൻ്റെ എല്ലാ ആളുകളും നിങ്ങളെ എതിർക്കും. അത് സാധാരണ എതിർപ്പല്ല. നിങ്ങളെക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. ഞാൻ പറയുന്നവർക്ക് കൂടെ വരിക. ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ ആയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ നേരിട്ട് ചെയ്യാൻ ഞാൻ കൊണ്ടുവരും. ആദ്യമായിട്ട് നമുക്ക് കുറച്ചൊക്കെ പ്രാവർത്തിക നിയമം കാണിച്ചു തന്നത് TN ശേഷനാണ്, മനസ്സിലായില്ലേ? പിന്നെ BP സിംഗ്. അതുമാത്രമല്ല, ഒട്ടനവധി കാര്യങ്ങൾ. ബാക്കിയുള്ളതൊന്നും ഒരു ചുറ്റുപാടിൽ വരുന്നില്ല. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ പ്രധാനമന്ത്രി കേരളത്തിലെ ഒരു ജനങ്ങളുടെ ഒരു കാര്യവും പരിഗണിച്ചില്ല. പരിഹരിക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്കും വിവരവുമില്ല. ഇനി വിവരം ഉണ്ടാവാനും പോകുന്നില്ല. കാരണം ഇവരിഞ്ഞ് 50 ദശലക്ഷം കൊല്ലങ്ങൾ ഇവിടെ ഭരിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതിന് ആദ്യം ഇവർക്ക് വേണ്ടത് തൊഴിൽ സ്ഥാപനം കൊടുക്കൽ. അത് അവർ ചെയ്യില്ല, മനസ്സിലായില്ലേ? തൊഴിൽ സ്ഥാപനം കൊടുക്കൽ അവർ ചെയ്യില്ല. അതുപോലെ ജീവരക്ഷാ മരുന്ന് അവർ തരുന്നത് നിങ്ങൾ ഉപയോഗിക്കണം, അല്ലാതെ മറ്റുള്ളതൊന്നും പറ്റില്ല. ഒരാൾക്കൊരു തൊഴിൽ അന്വേഷിച്ചിട്ട്, തൊഴിൽ സ്ഥാപനം അന്വേഷിച്ചിട്ട് നിങ്ങൾ നമ്മുടെ ഉദ്യോഗസ്ഥരെ സമീപിച്ചാൽ ഒരാൾക്ക് 700 കോടി രൂപ നിങ്ങൾ ഒരു ദിവസം കൊടുക്കണം. ഒരാൾക്ക്. അതിൽ എത്ര ആളുണ്ടെന്ന് വിചാരിച്ചാൽ അത്രയും ആളുകൾക്ക് 700 കോടി രൂപ വെച്ച് കൊടുക്കണം. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയമാണ്. ഇവിടുത്തെ ലീഗിൻ്റെ നയമാണിത്. ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ നയമാണ്. അവർ ചെയ്ത കൊലപാതകങ്ങളൊന്നും അന്വേഷിക്കാൻ ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ്റും തയ്യാറാവില്ല. കേന്ദ്ര ഗവൺമെൻറ് ഇതിന് തയ്യാറാവില്ല. ഇത്രയേറെ കഴിഞ്ഞ 200 വർഷമായിട്ട് പൊതുജനങ്ങളുടെ ഒരു കാര്യവും നടത്താത്ത റവന്യൂ ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഉള്ളത്, മനസ്സിലായില്ലേ? ഇതൊന്നും ചെക്ക് ചെയ്യാൻ കേന്ദ്ര സർക്കാരും ചെയ്യില്ല, ഈ സർക്കാരും ചെയ്യില്ല, സമസ്തയും ചെയ്യില്ല, ലീഗുകാരും ചെയ്യില്ല. ഇത് നിങ്ങളൊന്ന് ഓർക്കണം. നിങ്ങളുടെ രോഗം മാറുന്ന ഒരു മരുന്നും നിങ്ങൾക്ക് തരില്ല, മനസ്സിലായില്ലേ? അവരൊരു വലിയ സംഭവം ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. വലിയൊരു സംഭവമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് ഇനി വേറൊന്നുമില്ല. കാരണം ഞങ്ങളാണ് ഏറ്റവും വലുത് എന്നാണ് അവർ കാണിക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ പെൺമക്കളെ കൊണ്ടുപോയിട്ട് വശീകരിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവരെ കൊല്ലുക. നിങ്ങളുടെ മക്കളെ ഉപയോഗിച്ച് മദ്യവും മയക്കുമരുന്നും കൊടുത്ത് നിങ്ങളെ അടിച്ച് കൊല്ലുക, വീടടിച്ച് പൊളിക്കുക, നിങ്ങളെ ആട്ടി പുറത്താക്കുക. നിങ്ങൾ 100 രൂപയുടെ മുതലുണ്ടാക്കിയാൽ അത് 100 രൂപയ്ക്കൊന്നുമില്ല, അത് 1.5 രൂപയുള്ളൂ എന്ന് പറയാം. ഇതൊക്കെയാണ് മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിം നേതാക്കൾ, നിങ്ങൾ കാണുമ്പോൾ അഹമ്മദ് പോക്കർ ഇസ്മായിൽ എന്നൊന്നും പറയണ്ട. അവരെ നിസ്കാരത്താകുമ്പോൾ ഉരച്ചുണ്ടാക്കിയതാണ്, അല്ല സത്യസന്ധമായിട്ടുള്ളതല്ല. കാരണം അവർ ജീവിതത്തിൽ ഒരാളോടും സത്യം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പറയുന്ന ആൾക്കാരെ അവർക്ക് ഇഷ്ടവുമല്ല. മാത്രമല്ല, നിങ്ങളൊരു തുണി എടുത്താൽ അവർ ഒരു പുതിയ തുണി എടുത്തിട്ട് 1-2 തവണ പുറത്തേക്ക് ഇറങ്ങി കരുതുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, നിങ്ങളൊരു മുഷിഞ്ഞ തുണി എടുത്തെന്ന് ഇറങ്ങുക, അപ്പോൾ അവർ കുറ്റം പറയുകയും ചെയ്യും. ഇത് രണ്ടും അവരുടെ ഭാഗത്തുള്ള. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല, എന്നിട്ട് അവർ പറയും ഞങ്ങൾ ഇസ്ലാമാണ്, റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. റസൂൽ പറഞ്ഞത് എന്താ? 130 രൂപ എടുത്താൽ സ്വർഗം കിട്ടും. 250 പവൻ്റെ സ്വർണം ബക്കറ്റ് കൊണ്ടുപോയിട്ട് അങ്ങക്ക് സ്വർഗം കിട്ടും. കിണർ നിറച്ച് പൈസ ഇട്ടോളി,
നിങ്ങൾക്ക് സ്വർഗം കിട്ടും. മനസ്സിലായില്ലേ? ഇവർ ഇത്രയും തങ്ങളും ഔലിയും വിലായത്തും ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ കിണറിൽ മനുഷ്യർ പൈസ ഇടാണ്ട് എന്താ ഉണ്ടാക്കാത്തത്? നിങ്ങൾ അങ്ങോട്ടൊന്ന് ചിന്തിച്ചൂടെ? അതുപോലെ ഈ ബക്കറ്റിൽ ഈ മൊയ്ലിയർ മജ്ലിസിനൂർ പറയുന്ന മൊയ്ലിയർക്ക് വിലായത്തുണ്ടെങ്കിൽ ആ ബക്കറ്റിൽ 200 പവനല്ല വരേണ്ടത്, ഒരുപാട് സ്വർണ്ണ കട്ടികൾ പൊന്നണ്ടേ? ഈ പിന്നെ പണിയെടുത്തുണ്ടാക്കിയ ആഭരണം പൊന്നേണ്ട ആവശ്യമില്ലല്ലോ. അത് തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, അത് തട്ടിപ്പല്ലേ? അതുപോലെ ബയാർത്ഥങ്ങൾ പറഞ്ഞ പോലെ ഒരു കൊടിമരം ഒരു കക്കൂസാങ്കൽ കുത്തിവെച്ചിട്ട് ഇത് നിറച്ച് നോട്ടിടുന്നത് കളറാണെന്ന് പറഞ്ഞാൽ അത് രണ്ടും അയാൾക്ക് ചെയ്യാനുള്ള ഇതിന് കഴിവില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതില്ല എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ കഴിവ് ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല ചിന്തിക്കുക. പിന്നെ ഇവർ ഇപ്പം പിന്നെ ഞാൻ ഇന്നലെ കോമഡി പാടിയുള്ളൊരു പാട്ടുണ്ട്, പോലീസില്ല പട്ടാളമില്ല. മനസ്സിലായില്ലേ? പോലീസില്ല, പട്ടാളമില്ല, ജുഡീഷ്യറി ഇല്ല, കോടതിയില്ല, കലക്ടറില്ല, സിവിൽ കോടതിയില്ല, വക്കീലില്ല, MLA ഇല്ല, പഞ്ചായത്ത് മെമ്പറില്ല, റവന്യൂ ജീവനക്കാർ തീരെയില്ല, പോലീസുകാർ നിങ്ങൾ കണ്ടതേയില്ല. ഇത് വെറുതെ പാടിയൊന്നുമല്ല, അതിൽ കാര്യങ്ങളുണ്ട്. എൻ്റെ അടുത്ത് കൃത്യമായ രേഖയുമുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഉണ്ടാക്കേണ്ടി വെക്കേണ്ട എന്താ കാര്യം? ഇവർ കള്ളിൻ്റെയും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് അവരുണ്ടാക്കി തീർക്കുന്നത്. പിന്നെ നിങ്ങൾ കുറേ റെക്കോർഡ് ഉണ്ടാക്കിയത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അവർ ചെയ്യൂല. മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നാമത് മുഖ്യമന്ത്രി കസാലയിൽ നായി കയറി കുത്തിരുന്നു. ആ നായി ഇപ്പോൾ തൂറാൻ പോയിരിക്കുക. ഇതാണ് അതിൻ്റെ ചെറിയ കണക്ക്. നായി തൂറാൻ പോയി, മുയലടക്കുമ്പോൾ നായി തൂറാൻ പോയി. അതുമാത്രമല്ല ഇനി 10,000 കൊല്ലം ഈ പട്ടികൾക്ക് അധികാരം കൊടുത്തിട്ടും അവർക്ക് അറിയില്ല ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അധികാരം കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ കണ്ടില്ല, പിരിവ് നടത്തി നമ്മളത് ചോദ്യം ചെയ്തിട്ട് നോക്കുമ്പോൾ അത് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, മറ്റേ ഉണ്ട്. ഇതിൻ്റെ യഥാർത്ഥക്കാരന്, അതായത് നമ്മളിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ അതിനെ പശ്ചാത്താപിച്ച് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നതിന് പകരം അവരെ ചോര നീര് ഊറ്റി കുടിക്കുക, പല പേരും പറഞ്ഞിട്ട്, എന്നിട്ട് കൊണ്ടുപോയിട്ട് ഒരു വലിയ ആളാണ്. ഇപ്പോൾ MMS ചെയ്ത് നോക്കി നോക്ക്. ഇവിടെ ആരെങ്കിലും ചുറ്റുപാടുണ്ടോ? ഇവിടെ കോൺഗ്രസ്സുകാർ ഒന്നായിട്ട് പിരിവെടുത്തി, ആർക്കെങ്കിലും കിട്ടിയോ? ലീഗുകാർ ഇതുപോലെ വലിയ കാര്യത്തിന് ഒരുപാട് പിരിവെടുത്തി, എന്നിട്ട് ആരുണ്ടായി? കുഞ്ഞാലിക്കുട്ടിയുടെ തടി വീർത്തു, അല്ലാണ്ട് മറ്റുള്ളതൊന്നും നടന്നില്ല. അവർ ചെയ്യൂല. ഇവരൊന്നും നിങ്ങളെ ഏൽപ്പിക്കരുത്. നിങ്ങളുടെ പണ്ഡിതന്മാർ നിങ്ങളെ സഹായിക്കില്ല. അവർ മേലിറങ്ങിയിട്ട് ഒരു ജോലിയും ചെയ്യില്ല. പിന്നെ എന്തിനാണ് ഇവർക്ക് ഈ സാധനം കൊടുക്കുന്നത്? നിങ്ങളുടെ ഒരു കാര്യവും ഇവിടെ പരിഗണിക്കില്ല. ഇവിടെ റവന്യൂ ജീവനക്കാരില്ല, കോടതിയില്ല, പോലീസില്ല, ഭരണമില്ല. അങ്ങനെ ഒരു കാലത്താണ് നമ്മളിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം. ഒരു ആക്രമിക്കപ്പെട്ട ഒരു കേസ് ഉണ്ടെങ്കിൽ ആരോടും പരാതി പറയാൻ നിവൃത്തിയില്ല. കാരണം ഇത് തച്ച് തകർത്തത് മുസ്ലിങ്ങൾ തന്നെയാണ്, മുസ്ലിം നേതാക്കൾ തന്നെയാണ്. അവർ നുണ പറഞ്ഞ് പറ്റിച്ചായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയാണ്. ഇപ്പോൾ വരെ കളിയൊന്നും നടക്കില്ല. ഇപ്പം കളി നടക്കില്ല, ഇപ്പം അത് പുറത്തേക്ക് വരും. അതുപോലെ ഇവിടെ സത്യം എഴുതുന്ന ഒരു പത്രവുമില്ല. ആദ്യം മടിച്ച് പൊളിക്കേണ്ടത് മാതൃഭൂമി പത്രം, അത് കഴിഞ്ഞാൽ മനോരമ മുന്നേ പൊളിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നുണ പറയാണ്. പല യുദ്ധങ്ങളുണ്ടാക്കി കോടിക്കണക്കിന് പിഞ്ചുകുട്ടികളെ കൊന്നതിൽ മനോരമയ്ക്ക് വലിയ പങ്കുണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ പേരിൽ ഹിന്ദുവോ അല്ലെങ്കിൽ നസറാനിയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ ഒന്നുമല്ല. അതൊന്നും അല്ല മനുഷ്യത്വൻ. അവർക്ക് പറയാനുള്ള PC ജോർജ് പറയുന്ന പോലെ നിന്നിട്ട് പറയാൻ കഴിയണം. ഒരുപാട് പഠനമാണ് എന്ന് ചിന്തിക്കാനുള്ള കഴിവ് വേണം നമുക്ക്. അതുപോലെ ഒരുപാട് ഏരിയകളെ കവർ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത്രയും കാര്യങ്ങൾ അയാൾക്ക് അറിയുമെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അറിയുന്നവൻ പറയണം, പറഞ്ഞതറിയണം. പറഞ്ഞാൽ അതിന് പാകപ്പഴമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുനഃപരിശോധിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യണം. മനസ്സിലായില്ലേ? ഇവിടുത്തെ മുഴുവൻ റവന്യൂ ഉദ്യോഗസ്ഥരെയും പിരിച്ചുവിടണം. മുഴുവൻ റവന്യൂ ഉദ്യോഗസ്ഥരെയും കേന്ദ്ര സർക്കാർ അത് സംവിധാനത്തിൽ വരണം. ഇവരെ കൂടെ നിർത്തരുത്. കാരണം ഇവിടെ അടഞ്ഞു കിടക്കുന്ന തൊഴിൽ സ്ഥാപനങ്ങൾ കോടിക്കണക്കിന് എണ്ണ ഇവിടുന്ന് പോയിട്ടുള്ളത്. ഇനി പോകാൻ നിൽക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഈ സെക്രട്ടറിമാരെയും മറ്റുള്ള ഉദ്യോഗസ്ഥരെയും പിരിച്ചുവിടാതിരുന്നാൽ നമുക്കത് ശരിയാവില്ല. ഇത് പാർലമെൻറ്റ് തന്നെ ചെയ്യണം, പ്രധാനമന്ത്രി തന്നെ ചെയ്യണം, ഇവർക്ക് നേരെ എടുക്കണം. അതുപോലെ റേഷൻ കാർഡുകളൊക്കെ റേഷൻ വാങ്ങുന്നതെന്ന് പരിശോധിക്കണം. ഭർത്താവില്ലാത്ത പെണ്ണുങ്ങൾ ഒരുപാട് അരി വാങ്ങി തന്നിട്ട് ഇവിടുത്തെ ആൺകുട്ടികളുടെ ചോര ഊറ്റി പിടിക്കുന്നുണ്ട്. ഒരുപടിയുണ്ട്.
അതിന് പാർലമെൻറ്റ് കർശനമായിട്ടൊരു നടപടി ഉണ്ടാക്കണം. വെറുതെ പറഞ്ഞാൽ പോരാ. അവർ ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് സുന്ദരമായി ജീവിക്കട്ടെ, അതും തൊഴിൽ ചെയ്തിട്ട്. വെറുതെ ജീവിക്കാൻ പറ്റില്ല. കാരണം 55 വയസ്സ് വരെ നല്ല ജോലി ചെയ്യണം. ആ ജോലി ചെയ്തിട്ട് തന്നെ ജീവിച്ചാൽ മതി. 55 വയസ്സിന് ശേഷവും അവർക്ക് നല്ല ചുറ്റുപാടുണ്ടാകണം. അതായത് ഒരു മനുഷ്യൻ 300 വർഷം ജീവിക്കണം. അതിന് പാർലമെൻറ്റ് കനിയെ തന്നെ വേണം. അത് രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആയാലും ശരി, ഇന്നുള്ള നമ്മുടെ രാഷ്ട്രപതി ആയാലും ശരി, മനസ്സിലായില്ലേ? രോഗം മാറുന്ന മരുന്ന് കൊടുക്കണം. അതിനാണ്. അസ്സലാമു അലൈക്കും.